പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ശിവ ടീച്ചർ. നമ്മുടെ ഹോങ്കോങ് ട്രിപ്പിൻ്റെ 5ാം ദിനത്തിലേക്ക് സ്വാഗതം. ചൈനയുടെ 2 പ്രത്യേക ഭരണ മേഖലകളിൽ ഹോങ്കോങ് കഴിഞ്ഞാൽ രണ്ടാമത്തേത് മക്കാവു ആണ്. ഇത്തവണ നമ്മൾ പോകുന്നത് മക്കാവു ഐലൻഡ് കാണാനാണ്. ബസ്സിൽ കയറിയ ഉടനെ ഞങ്ങളുടെ ഗൈഡായ പീറ്റർ ഒരു ബർത്ത്ഡേ ഗാനം പാടി. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്നെൻ്റെ ബർത്ത്ഡേ ആണല്ലോ എന്ന്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ രാവിലെ തന്നെ എനിക്ക് ബർത്ത്ഡേ വിഷസ് കിട്ടി. ഹോങ്കോങ്ങിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഫെറി ടെർമിനലിലേക്കാണ് ഞങ്ങൾ പോയത്. ഹോങ്കോങ് ദ്വീപിൻ്റെ വടക്കൻ തീരത്ത് ഷുങ്വാനിലാണ് ഈ ഒരു ഹോങ്കോങ് മക്കാവു ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ എത്തി. Where are you going? We are going to Macau. Macau Island. Yes. അക്കരെ ചന്ത വരെ മീൻ പിടിക്കാൻ പോവാണോ നിങ്ങൾ? ടർബോജെറ്റ് എന്ന മധ്യ മക്കാവുവിലെ ഔട്ടർ ഹാർബർ ഫെറി ടെർമിനലിലേക്ക് സർവീസുകൾ നൽകുന്നു. ഞങ്ങളങ്ങനെ ഫെറിയുടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. പകൽ സമയത്ത് ഓരോ 30 മിനിറ്റിലും സർവീസുണ്ട്. പരിമിതമായ രാത്രികാല സേവനവും നൽകുന്നുണ്ട്. യാത്രാസമയം ഏകദേശം മക്കാവു ഐലൻഡിലെത്താൻ 1 മണിക്കൂറാണ്. ഞങ്ങളങ്ങനെ ടർബോജെറ്റിൽ കയറി അവരവരുടെ സീറ്റ് പിടിച്ചു. 1 മണിക്കൂറിന് ശേഷം ഈ ടർബോജെറ്റ് മക്കാവുവിൻ്റെ ഔട്ടർ ഹാർബർ ഫെറി ടെർമിനലിൽ നങ്കൂരമിടും. 1 മണിക്കൂറിന് ശേഷം ഞങ്ങളങ്ങനെ മക്കാവു ഔട്ടർ ഹാർബർ ഫെറി ടെർമിനലിലെത്തി. എല്ലാവരും ഫെറിയിൽ നിന്നിറങ്ങി. ഞങ്ങളിറങ്ങിയ സ്ഥലത്ത് നിന്നും പുതിയ ബസ്സുമായിട്ട് നമ്മുടെ മറ്റൊരു ടൂർ ഗൈഡ് ആൽബർട്ട് എത്തിയിരുന്നു. മക്കാവുവിലെ കാഴ്ചകൾ കാണാൻ, ചരിത്രപരമായ സ്ഥലങ്ങൾ, സാംസ്കാരിക ആകർഷണങ്ങളൊക്കെ അറിയാനായിട്ട് എല്ലാവർക്കും വളരെ ആകാംക്ഷയുണ്ടായി. ആൽബർട്ട് വണ്ടി പോകുമ്പോൾ തന്നെ വണ്ടിയുടെ 2 സൈഡിലുമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. So entering Macau, we have different ways to do it. First of all, just as what you did. പിന്നീട് ഞങ്ങൾ പോയത് മക്കാവുവിലെ ഒരു തുറന്ന ചതുരമായ ഗോൾഡൻ ലോട്ടസ് സ്ക്വയർ കാണാനായിരുന്നു. താമരപ്പൂവിനെ പ്രതിനിധീകരിക്കുന്ന ഈ ഒരു ശില്പം സ്വർണ്ണം പൂശിയ വെങ്കലം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 6.5 ടൺ ഭാരവും 6 മീറ്റർ ഉയരവുമുണ്ട് ഈ ഒരു പുഷ്പത്തിന്. പൂത്തുലഞ്ഞ താമരപ്പൂവ് മക്കാവുവിൻ്റെ നിത്യസമൃദ്ധിയെ പ്രതിനിധീകരിക്കുന്നു. ലോട്ടസ് സ്ക്വയറിൽ നിന്നും പിന്നീട് ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനായിട്ടൊരു ഹോട്ടലിൽ കയറി. അവിടെ നിന്നും പിന്നീട് പോയത് മക്കാവുവിലെ സാന്റോ അന്റോണിയോയിൽ 17ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ഒരു കത്തോലിക്ക മതസമുച്ചയത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാനായിരുന്നു. അതായത് സെൻറ്റ് പോൾസിൻ്റെ അവശിഷ്ടങ്ങൾ. 17ാം നൂറ്റാണ്ടിലെ ഒരു പോർച്ചുഗീസ് പള്ളിയാണിത്. ഇതിൽ സ്ഥിതി ചെയ്യുന്ന ഈ അവശിഷ്ടങ്ങൾ മക്കാവുവിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ്. ലോകത്തിലെ പോർച്ചുഗീസ് ഉത്ഭവത്തിൻ്റെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ ഒരു സെൻറ്റ് പോൾസിൻ്റെ അവശിഷ്ടങ്ങൾ. സാന്റോ അന്റോണിയോ മക്കാവു എന്ന സ്ഥലത്ത് ഉള്ള ഈ ഒരു കത്തോലിക്ക പള്ളിക്ക് ഏകദേശം 26 മീറ്റർ ഉയരമുണ്ട്. ചൈനീസ് ക്രിസ്ത്യൻ രക്തസാക്ഷികളുടെയും സന്യാസ പുരോഹിതരുടെയും അവശിഷ്ടങ്ങൾക്കൊപ്പം നിരവധി മതപരമായ പുരാവസ്തുക്കളും ഇവിടെയുണ്ട്. മക്കാനീസ് സർക്കാർ അവശിഷ്ടങ്ങൾ ഒരു മ്യൂസിയമാക്കി ഇപ്പോൾ ഇവിടെ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. സേക്രഡ് ആർട്ട് ആൻഡ് ക്രിപ്റ്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മദർ ഓഫ് ഗോഡ് കോളേജും സെൻറ്റ് പോൾ ചർച്ചും സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ്. 1996 ഒക്ടോബർ 23 ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. മക്കാവുവിലെ വിവിധ പള്ളികളിൽ നിന്നും കോൺവെൻറ്റുകളിൽ നിന്നും ഉള്ള ഉയർന്ന ചരിത്രപരവും കലാപരവുമായ മൂല്യങ്ങളുള്ള വസ്തുക്കൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ക്രിപ്റ്റ് അതിൻ്റെ പ്രദേശത്തിൻ്റെ മധ്യഭാഗത്ത് ഗ്രാനൈറ്റ് പ്രദർശിപ്പിച്ചിരിക്കുന്നു. അവിടെ ജാപ്പാനീസ്, വിയറ്റ്നാമീസ് രക്തസാക്ഷികളുടെ അവശിഷ്ടങ്ങൾ കൊണ്ട് അലങ്കരിച്ച ചുവരുകളുള്ള ശവകുടീരം സ്ഥിതി ചെയ്യുന്നു. മ്യൂസിയം കണ്ടതിന് ശേഷം പിന്നീട് ഞങ്ങൾ പോയത് മക്കാവു ടവർ കാണാനായിരുന്നു. ടോറെ ഡി മക്കാവു എന്ന പോർച്ചുഗീസ് ഭാഷയിൽ അറിയപ്പെടുന്ന മക്കാവു ടവർ ഒരു വലിയ ഗോപുരമാണ്. തറനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയർന്ന സ്ഥലം വരെ ഈ ടവറിന് 338 മീറ്റർ, അതായത് 1109 അടി ഉയരമുണ്ട്. നിരീക്ഷണ ഡെക്കിൽ നിന്ന് കാഴ്ചകൾ, റെസ്റ്റോറൻറ്റുകൾ, തിയേറ്ററുകൾ, ഷോപ്പിംഗ് മാളുകൾ, പുറം വരമ്പിലൂടെയുള്ള ഒരു നടത്ത ടൂറായ സ്കൈ വാക്ക് എന്നിവ ഉൾപ്പെടുന്നു. ഇത് മക്കാവുവിൻ്റെ ഏറ്റവും മികച്ച കാഴ്ച പ്രദാനം ചെയ്യുന്നു.
മക്കാവ് ടവറിൽ നിന്ന് ബങ്കി ജമ്പ് ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബങ്കി ജമ്പാണ്. 233 മീറ്റർ ഉയരത്തിൽ നിന്നാണിത് ചാടുന്നത്. ഇത് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പ്രത്യേക അനുഭവമാണ്. ഒരു കേബിൾ ഉപയോഗിച്ച് താഴേക്ക് പോകുന്ന ഒരു ഓപ്ഷനായ സ്കൈ ജമ്പും ഇവിടെയുണ്ട്. ഒരു കുട്ടി തയ്യാറെടുക്കുന്നത് ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. സാഹസികത, നിരീക്ഷണം, വിനോദം എല്ലാത്തിനും പുറമെ ടെലികമ്മ്യൂണിക്കേഷനും പ്രക്ഷേപണത്തിനും ഈ ഒരു മക്കാവ് ടവർ ഉപയോഗിക്കുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. മക്കാവ് ടവർ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ പോയത് ഞങ്ങൾക്ക് അന്ന് മക്കാവിൽ താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്ന റീജൻസി ആർട്ട് ഹോട്ടൽ അവിടേക്കാണ്. ഹോട്ടലിൽ വെച്ച് വൈകുന്നേരത്തെ ഡിന്നറിൽ നമ്മുടെ പ്രണവ് എനിക്ക് സർപ്രൈസ് ഒരു സമ്മാനം തന്നു. Happy birthday. അങ്ങനെ മക്കാവുവിൽ വെച്ച് എൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ ഒരു അവസരം ഒരുക്കി തന്ന പ്രണവിനും എൻ്റെ മറ്റെല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി.